പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്രതീക്ഷിതമായ വഴിത്തിരിവാണ് ഇപ്പോൾ രാഹുലിന്റെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചത്. ഒടുവിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്വത്തുക്കൾ സ്വന്തമാക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മോഷ്ടിക്കുന്നതിനായി മുന്നിലേക്ക് വന്നിരിക്കുകയാണ് രാഹുൽ. പക്ഷേ രാഹുലിന്റെ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ടാണ് അപ്രതീക്ഷിതമായി റാം മോഹൻ ഞെട്ടി ഉണരുന്നത്. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് രാഹുലിനെ പിടികൂടുന്ന റാം മോഹൻ, എടാ കള്ള, നീ അപ്പോൾ ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിക്കുന്നു. ഇതോടെ പിടി വീണു കഴിഞ്ഞു. ഇനി മറ്റൊന്നും നോക്കാനില്ല എന്ന് മനസ്സിലാക്കുന്ന രാഹുൽ കുതറിമാറാൻ ശ്രമിക്കുകയാണ്. പക്ഷേ രാഹുലിന്റെ പ്രതീക്ഷകൾ തകർത്തുകൊണ്ട് രാഹുലിനെ കൈയോടെ മുറുക്കി പിടിക്കുന്ന റാം മോഹൻ, ഇനി നിനക്ക് രക്ഷയില്ലടാ. എൻ്റെ മകളുടെ ജീവിതമാണ് നീ കാരണം ഇപ്പോൾ തകർന്നിരിക്കുന്നത് എന്നും അത് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് റാം മോഹൻ. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുന്ന രാഹുൽ തൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്തേ മതിയാകൂ എന്ന് ഉറപ്പിക്കുകയും ഇതേ തുടർന്ന് തല്ലി താഴെ വീഴ്ത്തിയിരിക്കുകയാണ് റാം മോഹനെ. ഇതോടെ റാം മോഹൻ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ എന്ന് ഉറപ്പിച്ചു പറഞ്ഞതിനെ തുടർന്ന് റാം മോഹനെ കൊല്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഒടുവിൽ തിരിച്ചറിയുകയാണ് ഇപ്പോൾ രാഹുൽ. ഇതോടെ റാം മോഹനെ കൊല്ലുന്നതിനായി രാഹുൽ ശ്രമിക്കുകയും ചെയ്യുന്നു. രാഹുലിന്റെ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഇതേ തുടർന്ന് റാം മോഹന് ഉണ്ടായിരിക്കുകയാണ്. ആകെ പെട്ടുപോകുന്ന അയാൾ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നറിയാതെ ആകെ പകച്ചു പോകുന്നു. മാത്രവുമല്ല, മരണം മുന്നിൽ വന്ന് നിൽക്കുകയാണ് എന്നുള്ള സത്യം ഇതോടെ റാം മോഹൻ തിരിച്ചറിയുകയാണ്. രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇതേ തുടർന്ന് തുടരുകയും ചെയ്യുന്നു. ഇതേ സമയം ഈ ശബ്ദം കേട്ടുകൊണ്ട് അവിടേക്ക് കുതിച്ചെത്തിയിരിക്കുകയാണ് ഇഷയും കൂട്ടരും. ഇതോടെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള തീരുമാനം തൽക്കാലത്തേക്ക് എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന രാഹുൽ റാം മോഹനെ എടുത്ത് താഴേക്കെറിഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇതോടെ റാം മോഹന് സാരമായ പരിക്കേൽക്കുകയും ചെയ്യുന്നു. അവിടേക്ക് എത്തുമ്പോൾ ഇഷ കാണുന്നത് പരിക്കേറ്റ് കിടക്കുന്ന റാം മോഹനെയാണ്. ചോരയിൽ റാം മോഹൻ കിടക്കുന്നത് കണ്ട് ഇഷയാകെ ഞെട്ടിപ്പോവുകയും ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് അച്ഛനെ കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നു. സമയം പാഴാക്കാനില്ല, എത്രയും പെട്ടെന്ന് തന്നെ അച്ഛനെ രക്ഷിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് വിളിച്ചു പറയുന്ന ഇഷ ഉടൻ തന്നെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം കണ്ട് ഒന്നും അറിയാത്തതുപോലെ അവിടേക്ക് കടന്നു വരുന്ന രാഹുൽ എന്താണ് സംഭവിച്ചത് എന്നും അച്ഛന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ദുരന്തം വന്ന് സംഭവിച്ചത് എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാകുന്നു. മാക്സിമം യാത്ര ലേറ്റ് ആകാനും ഇതേ തുടർന്ന് ശ്രമിക്കുന്നുവെങ്കിലും ഇഷ ഇടപെട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. ഇതോടെ മറ്റു മാർഗങ്ങളില്ലാതെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ട അവസ്ഥ വന്നെത്തുകയാണ്. അവിടെ വെച്ച് ഡോക്ടർമാർ വിചാരിച്ചതുപോലെയല്ല, നല്ല ഇഞ്ചുറിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം തുറന്നു പറയുകയും ജീവന് ഭീഷണിയുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. തലയ്ക്കാണ് പരിക്കുള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യവും അവർ തുറന്നു പറയുന്നു. ഇതോടെ ആകെ ഇഷ തകർന്നു പോയിരിക്കുകയാണ്. എന്നാൽ ഓർമ്മശേഷി തിരികെ ലഭിച്ചാൽ സത്യങ്ങളെല്ലാം അയാൾ തുറന്നു പറയുമോ എന്ന ചോദ്യം ഭയപ്പെടുത്തിയിരിക്കുകയാണ് രാഹുലിനെ. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അയാളെ തീർക്കണം എന്നുള്ള തീരുമാനത്തിൽ രാഹുൽ ഉറച്ച് നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ആ സന്തോഷ വാർത്ത എത്തുന്നത്. റാം മോഹന് ഓർമ്മശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതോടെ
വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ രാഹുലിന് ഈ അപകട വിവരം അറിയുന്നത് അഭിഷേകിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.